റഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്നതിന്റെ പേരിൽ ഇന്ത്യക്കെതിരെ US കനത്ത ഇറക്കുമതി തീരുവ ചുമത്തിയതിന് പിന്നാലെ ശക്തമായ പ്രതികരണവുമായി മുൻ നീതി ആയോഗ് CEO അമിതാഭ് കാന്ത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു തിരിച്ചറിവിനുള്ള സമയമാണെന്നും ദീർഘകാല വളർച്ച ലക്ഷ്യമിട്ട് ശക്തമായ പരിഷ്കരണങ്ങൾക്ക് രാജ്യം തയ്യാറാകണമെന്നും അദ്ദേഹം തന്റെ എക്സ് പ്ലാറ്റ്ഫോമിലൂടെ വ്യക്തമാക്കി. കേവലം റഷ്യൻ എണ്ണയുടെ പേരിൽ മാത്രമുള്ള ഒരു നീക്കമല്ല US-ന്റേതെന്നും മറിച്ച് ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷയും തന്ത്രപരമായ സ്വയംഭരണത്തെയും ദുർബലപ്പെടുത്താനുള്ള ഒരു ശ്രമമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഇന്ത്യക്കെതിരെ ചുമത്തിയിരിക്കുന്ന നികുതി കേവലം റഷ്യയിൽ നിന്നുള്ള ക്രൂഡ് ഓയിലിന്റെ പേരിൽ മാത്രമുള്ളതല്ല, മറിച്ച് ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷയെയും തന്ത്രപരമായ സ്വയംഭരണത്തെയും ദുർബലപ്പെടുത്താനുള്ള നീക്കമാണിത്. വിരോധാഭാസം എന്തെന്നാൽ US റഷ്യയുമായും ചൈനയുമായും ബന്ധങ്ങൾ നിലനിർത്തുന്നു. റഷ്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ വാങ്ങുന്ന രാജ്യമാണ് ചൈന. എന്നിട്ടും അവരെ ഒഴിവാക്കി ഇന്ത്യയെ മാത്രം ലക്ഷ്യമിടുന്നു. അതുകൊണ്ട് ഒരു കാര്യം വ്യക്തമാണ്, ഇത് റഷ്യൻ എണ്ണയുമായി ബന്ധപ്പെട്ട വിഷയമല്ല. അമിതാഭ് കാന്തിന്റെ അഭിപ്രായത്തിൽ ഈ ഭീഷണിക്ക് മുന്നിൽ ഇന്ത്യ ഭയപ്പെടരുത്. കഴിഞ്ഞ കാലങ്ങളിൽ പല ആഗോള സമ്മർദ്ദങ്ങൾക്കും വഴങ്ങാതെ ഇന്ത്യ ശക്തമായ നിലപാടുകൾ എടുത്തിട്ടുണ്ട്. ഊർജ്ജ സുരക്ഷയും തന്ത്രപരമായ സ്വയംഭരണവും ഒരു രാഷ്ട്രത്തിന്റെ നിലനിൽപ്പിന് അനിവാര്യമാണ്. ഈ വിഷയത്തിൽ യാതൊരുവിധ വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകരുതെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഇന്ത്യയുടെ സാമ്പത്തിക മേഖലയ്ക്ക് ഇതൊരു വലിയ അവസരമാണ്. ഇതൊരു തലമുറയിൽ ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന തരത്തിലുള്ള ധീരമായ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കാൻ സർക്കാരിനെ പ്രേരിപ്പിക്കണം. ഈ പരിഷ്കാരങ്ങൾ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ കൂടുതൽ ശക്തവും പ്രതിരോധശേഷിയുള്ളതാക്കും. അമേരിക്കൻ വിപണിയെ മാത്രം ആശ്രയിച്ചുള്ള കയറ്റുമതി നയം ഇന്ത്യക്ക് ദോഷകരമാണ്. അതുകൊണ്ട് ഈ പ്രതിസന്ധിയെ ഒരു അവസരമായി കണ്ട് ഇന്ത്യയുടെ കയറ്റുമതി വിപണികൾ വൈവിധ്യവൽക്കരിക്കണം. യൂറോപ്പ്, ആഫ്രിക്ക, ലാറ്റിൻ അമേരിക്ക, മറ്റ് ഏഷ്യൻ രാജ്യങ്ങൾ തുടങ്ങിയ പുതിയ വിപണികളിലേക്ക് കയറ്റുമതി വർദ്ധിപ്പിക്കാനുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിക്കണം. ഈ നീക്കം US-ന്റെ പക്ഷത്തു നിന്നുള്ള തന്ത്രപരമായ നീക്കമാണ്. റഷ്യൻ എണ്ണ ഇറക്കുമതി ചെയ്യുന്നത് ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷയ്ക്ക് അനിവാര്യമാണ്. ഇത് റഷ്യയെ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതിനും വിലക്കുറവിൽ എണ്ണ ലഭ്യമാക്കുന്നതിനും സഹായിക്കുന്നു. എന്നാൽ US-ന്റെ ലക്ഷ്യം റഷ്യൻ എണ്ണ മാത്രമല്ല, മറിച്ച് ഒരു ബഹുദ്രുവ ലോകക്രമത്തിൽ ഇന്ത്യയുടെ വളർച്ച തടയുക എന്നതാണ്. ചൈനയെ പോലെ റഷ്യൻ എണ്ണയുടെ പ്രധാന ഉപഭോക്താക്കളെ ഒഴിവാക്കി ഇന്ത്യയെ മാത്രം ലക്ഷ്യമിടുന്നത് ഇതിന് തെളിവാണ്. ഇന്ത്യയുടെ സാമ്പത്തികവും രാഷ്ട്രീയമായ സ്വാധീനം വർദ്ധിക്കുന്നത് US താൽപര്യങ്ങൾക്ക് ഭീഷണിയാണെന്ന് അവർ കരുതുന്നുണ്ടാവാം. റഷ്യൻ എണ്ണ ഇറക്കുമതി ചെയ്യുന്ന വിഷയത്തിൽ ഇന്ത്യയുടെ നിലപാട് വ്യക്തമാണ്. രാജ്യത്തിന്റെ ദേശീയ താൽപര്യങ്ങൾക്കാണ് പ്രഥമ പരിഗണന. ലോകത്തെ എണ്ണയുടെ വില ഉയർന്നു നിൽക്കുമ്പോൾ വില കുറഞ്ഞ എണ്ണ ഇറക്കുമതി ചെയ്യുന്നത് രാജ്യത്തെ പണപ്പെരുപ്പം നിയന്ത്രിക്കാനും സാധാരണ ജനങ്ങൾക്ക് ആശ്വാസം നൽകാനും സഹായിക്കും. റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്നതിന് ഇന്ത്യക്കെതിരെ US കനത്ത ഇറക്കുമതി തീരുവ ചുമത്തിയ സംഭവത്തിൽ മുൻ നീതി ആയോഗ് CEO അമിതാഭ് കാന്ത് നടത്തിയ പ്രസ്താവനകൾ നയതന്ത്ര സാമ്പത്തിക രംഗങ്ങളിൽ വലിയ ചർച്ചകൾക്ക് വഴി തുറന്നു. കേവലം റഷ്യൻ എണ്ണയുടെ പേരിൽ മാത്രമുള്ള ഒരു നീക്കമല്ല ഇത്, മറിച്ച് ഇന്ത്യയുടെ തന്ത്രമായ സ്വയംഭരണത്തെ ദുർബലപ്പെടുത്താനുള്ള US-ന്റെ ശ്രമത്തിന്റെ ഭാഗമാണെന്ന് അമിതാഭ് കാന്ത് ചൂണ്ടിക്കാട്ടി. ഈ വെല്ലുവിളിയെ ഭയത്തോടെയല്ല, മറിച്ച് ധീരമായ പരിഷ്കരണങ്ങളിലൂടെ നേരിടാൻ ഇന്ത്യ തയ്യാറാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. അമിതാഭ് കാന്ത് തന്റെ എക്സ് പോസ്റ്റിലൂടെ US നിലപാടിന്റെ ഇരട്ടത്താപ്പ് തുറന്നു കാട്ടി. റഷ്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ചൈന. എന്നിട്ടും US അവരെ ഒഴിവാക്കി ഇന്ത്യയെ മാത്രം ലക്ഷ്യമിടുന്നു. ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്, റഷ്യൻ എണ്ണയല്ല, മറിച്ച് ഇന്ത്യയുടെ സാമ്പത്തികവും രാഷ്ട്രീയമായ വളർച്ച തടയുക എന്നാണ് US-ന്റെ യഥാർത്ഥ ലക്ഷ്യം. ഒരു രാജ്യം എന്ന നിലയിൽ സ്വന്തം ദേശീയ താല്പര്യങ്ങൾക്ക് മുൻഗണന നൽകിക്കൊണ്ട് ആഗോള സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാതെ ശക്തമായി മുന്നോട്ട് പോകണമെന്ന് അമിതാഭ് കാന്ത് ആവശ്യപ്പെട്ടു. കഴിഞ്ഞ കാലങ്ങളിൽ പല സന്ദർഭങ്ങളിലും ഇന്ത്യ ഈ നിലപാട് വിജയകരമായി പിന്തുടർന്നിട്ടുണ്ടെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. US ഏർപ്പെടുത്തിയ ഈ തീരുവയുടെ പിന്നിൽ സാമ്പത്തിക ലക്ഷ്യങ്ങൾക്കപ്പുറം രാഷ്ട്രീയ ലക്ഷ്യങ്ങളുമുണ്ട്. ഇന്ത്യയുടെ വർദ്ധിച്ചു വരുന്ന രാഷ്ട്രീയ സാമ്പത്തിക സ്വാധീനം US-ന് ഒരു വെല്ലുവിളിയായി മാറുന്നുണ്ട്.